പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ഈ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളായിരുന്നു എന്ന് പറയുന്നത്. കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലായിരുന്നു എന്ന് പറയുന്നത് ഇത് ഇപ്പം ഈ ജൂണിൽ കിട്ടേണ്ട ഫിറ്റ്നസ് ചിങ്ങോലി ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടില്ല. ഈ കെട്ടിടത്തിൻ്റെ ഈ കെട്ടിടത്തിൻ്റെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഇത് കൊടുത്തില്ല. എന്നാൽ തൊട്ടടുത്ത് നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പൊതുജനം എന്ന രീതിയിൽ ഞങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ, തൊട്ടടുത്ത് 2 മാസമായി എല്ലാ പണിയും പൂർത്തീകരിച്ചൊരു കെട്ടിടത്തിലേക്ക് ഇത് മാറ്റാമായിരുന്നു. അത് മാറ്റാതെ ഇന്നലെ വരെ ക്ലാസ് നടന്ന രാവിലെ ഇത് തകർന്നു വീണപ്പോൾ എളുപ്പം വന്ന് ബെഞ്ചും ഡെസ്കും ഒക്കെ പിടിച്ചു മാറ്റുക എന്ന് പറയുന്നത് ദുരൂഹതയുണ്ട്. അത് അന്വേഷിക്കണമെന്നാണ് പൊതുജനങ്ങൾ എന്ന രീതി ഞങ്ങളുടെ ഒരു അഭിപ്രായം. അത് ഞാൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിലും ഇത് അന്ന് നല്ല ബിൽഡിംഗ് ആയിരുന്നു. ഇതെല്ലാം കൂടെ ഇതിൻ്റെ ശോച്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇന്ന് ഈ പ്രാവശ്യം പഞ്ചായത്ത് ഇതിന് ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പഞ്ചായത്ത് പ്രസിഡന്റ് അത് വ്യക്തമാക്കുകയും ചെയ്തു. ആ അവസരത്തിൽ ഇവിടെ വീണ്ടും ക്ലാസ് മുറി തുടങ്ങി ഇവിടെ ക്ലാസ് നടത്തിയത് എന്താണ്? ഈ ക്ലാസ്സിൽ നാളെയാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ വലിയ ദുരന്തമുണ്ടാകുമായിരുന്നു. അത് ഈ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ കുറേ വർഷങ്ങളായി നടന്നു വരുന്ന അനാസ്ഥയുടെയും വീഴ്ചയുടെയും ഒരു ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണിതെന്നാണ് പൊതുജനങ്ങളുടെ രീതി ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൂടി ഒരു പ്രതികരണം നമുക്ക് ഇക്കാര്യത്തിൽ വരുത്തേണ്ടതുണ്ട്. അതിനോടൊപ്പം തന്നെ സ്കൂളിലെ പ്രധാന അധ്യാപകൻ്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് വരേണ്ടത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മൾ ഈ സംഭവം പറഞ്ഞ് ആദ്യം വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ക്ലാസ് മുറികൾ അല്ലെങ്കിൽ ക്ലാസ്സുകൾ നടക്കുന്ന ഒരു സ്ഥലമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പിന്നീടാണ് ഇവിടെ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ അധ്യാപകരും അപ്പോൾ തന്നെ ഈ രക്ഷിതാക്കളും സമീപത്തുള്ള രക്ഷിതാക്കളെല്ലാം തന്നെ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ആ സ്ഥലത്തുണ്ട്. മുൻപൊരു നേരിയ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പോലീസ് ഇവിടെ ഇപ്പോൾ ക്യാമ്പ് ചെയ്യുന്നത്. മാഡം, ഈ സ്കൂളിന് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്ന് പറയും. അപ്പം പിന്നീടും ഇവിടെ തീർച്ചയായിട്ടും ക്ലാസ് നടക്കുമ്പോഴത്തേക്ക് അതൊരു വലിയൊരു വീഴ്ച തന്നെയല്ലേ? ഇത്രയും കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറി പഞ്ചായത്തിന്റെ ശ്രദ്ധ വന്നിട്ടില്ല. പഞ്ചായത്ത് ഇവിടെ ക്ലാസ് നടന്നിട്ടുണ്ടോ എന്ന് HM എടുക്കാൻ വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. പഞ്ചായത്തിന് എപ്പോഴായിരുന്നു ഫിറ്റ്നസ് അപേക്ഷിച്ച്? സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകണമെന്നല്ലേ ഒരു ചട്ടം ഉള്ളത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി ജൂൺ മാസത്തിന് മുമ്പ് തന്നെ സ്കൂൾ അധികൃതർ ഈ ഫിറ്റ്നസ് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ രേഖ നൽകിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല, കെട്ടിടത്തിന് കൊടുത്തിട്ടില്ല. കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്തില്ല. എന്തായിരുന്നു കെട്ടിടത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ നോക്കി തന്നെയാണോ ഫിറ്റ്നസ് നൽകായിരുന്നത്? അതെ. അതുകൊണ്ട് അവസ്ഥയിലുള്ള കെട്ടിടമാണെന്നുള്ള കാര്യം പഞ്ചായത്ത് വിലയിരുത്തിയിട്ടുണ്ടായിരുന്നു. ഫിറ്റ്നസ് അനുവദിച്ചിരുന്നില്ല. ഇല്ല. പക്ഷേ ക്ലാസ് നടക്കുന്ന കാര്യം പഞ്ചായത്ത് അറിഞ്ഞിരുന്നില്ല. മാഡത്തിന്റെ പേര്? പത്മശ്രീ ശിവദാസൻ. ഈ പ്രദേശത്തെ പഞ്ചായത്ത്, ഈ സ്കൂളിൽ നിൽക്കുന്ന പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. പഞ്ചായത്തിന്റെ അറിവോടെ അല്ല ഇവിടെ ക്ലാസുകൾ പ്രവർത്തിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേരിട്ട് വ്യക്തമാക്കുന്നത്. അതായത് ഈ ജൂൺ മാസം സ്കൂളുകൾ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ഫിറ്റ്നസിനായിട്ടുള്ള അപേക്ഷ പഞ്ചായത്തിൽ സമർപ്പിക്കുന്നു. പഞ്ചായത്ത് സ്കൂള് പരിശോധിച്ച ശേഷം ഈ ക്ലാസ് മുറികൾ ഫിറ്റ്നസ് അല്ല, അല്ലെങ്കിൽ ക്ലാസ് നടത്താൻ അതിനുള്ള ഫിറ്റ്നസ് ഇല്ല എന്ന് കണ്ടു. കെട്ടിടത്തിൽ സുരക്ഷാ വീഴ്ചകളും ഒപ്പം തന്നെ കാലപ്പഴക്കം ഉള്ളത് കൊണ്ട് തന്നെ ക്ലാസ് റൂമുകൾക്ക് ഫിറ്റ്നസ് ഇല്ല എന്നുള്ള കാര്യം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സ്കൂൾ അധികൃതർക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടില്ല. പക്ഷേ ഈ ബ്ലോക്കിന് അടുത്ത് തന്നെ ആയിട്ടാണോ ഈ പുതിയ കെട്ടിടവും പണിതിരിക്കുന്നത്? ഒരു പുതിയ കെട്ടിടം ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു പഴയ കെട്ടിടം. ഈ കെട്ടിടത്തിൽ മുഴുവനായി ഒരു 4 ക്ലാസ് റൂമുകളാണുള്ളത്. ഒപ്പം തന്നെ സ്കൂളിൻ്റെ ഓഫീസ് മുറിയും ഒപ്പം തന്നെ ടീച്ചേഴ്സ് ഇരിക്കുന്ന ഒരു മുറിയുമാണ്. അങ്ങനെ ഒരു 4 ക്ലാസ് റൂമുകളാണുള്ളത്. ഇതിനോട് ചേർന്ന് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പുതിയ കെട്ടിടം, ഈ സ്കൂൾ കെട്ടിടം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു വലിയൊരു കെട്ടിടം തന്നെയാണ്. ഒരു പുതിയ കെട്ടിടത്തിൻ്റെ പണിയെല്ലാം തന്നെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വൈദ്യുതി അടക്കമുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ഈ കെട്ടിടം എല്ലാം തന്നെ പൂർണ്ണമായും പണിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഈ ഇൻഫ്രാസ്ട്രക്ചർപരമായിട്ടുള്ള പണികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളും തന്നെ വരുത്തിയിട്ടിരുന്നില്ല. ഇവിടെ ക്ലാസ് മുറിയിൽ ബെഞ്ചുകളോ ഡെസ്കുകളോ ഒന്നും തന്നെ അതിനകത്ത് ഉണ്ടായിട്ടില്ല. ഓക്കെ, നമുക്കൊരു ക്ലാസ് റൂം തുറന്ന് പരിശോധിക്കാം. പൂർണ്ണമായും എല്ലാ സുരക്ഷാ കാര്യങ്ങളും എല്ലാം തന്നെയുള്ള ഒരു പുതിയൊരു കെട്ടിടം തന്നെയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. പക്ഷേ ഇതിലേക്ക് ക്ലാസ്സുകൾ നടന്നിരുന്നില്ല, അല്ലെങ്കിൽ ക്ലാസ് മുറികൾ ഇങ്ങോട്ട് മാറ്റിയിരുന്നില്ല. അതിന് പറഞ്ഞിരിക്കുന്ന ന്യായീകരണം ഇതിൻ്റെ വൈദ്യുതി ഒന്നും തന്നെ പൂർത്തിയായിട്ടില്ല, അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കാനുണ്ട്, അതിൻ്റെ ക്ലിയറൻസ് ഒക്കെ ലഭിക്കാനുണ്ട്. അത്തരം പണികൾ കൂടി ബാക്കി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങോട്ട് ക്ലാസ് മുറികൾ മാറ്റാതിരുന്നത് എന്നാണ് പറഞ്ഞത്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്കൂൾ തുറക്കുന്നത് ജൂൺ 2 എന്നുള്ളൊരു ഡേറ്റ് ആദ്യം തന്നെ സർക്കാർ
എന്നുണ്ടെങ്കിൽ അതിന് മുൻപേ തന്നെ ഇത്തരം പണികളെല്ലാം തന്നെ പൂർത്തിയാക്കിക്കൊണ്ട് ഈ പഴയ കെട്ടിടത്തിൽ 40 വർഷത്തോളമായി നിൽക്കുന്ന ഈ ഒരു പഴയ കെട്ടിടത്തിൽ നിന്നും, അതും എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാൻ പറ്റുന്ന തരത്തിൽ നിന്നിരുന്ന ഈ കെട്ടിടത്തിൽ നിന്നും പുതിയ ക്ലാസ് റൂമിലേക്ക് ഈ ക്ലാസ്സുകൾ മാറ്റേണ്ടിയിരുന്നത് തീർച്ചയായും സ്കൂൾ മാനേജ്മെന്റിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഞായറാഴ്ച ആയിരുന്നതുകൊണ്ട് ഒരു അപകടം ഒഴിവായി എന്ന് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും. കാരണം ഇത് ഒരു പക്ഷേ നാളെയാണ് സംഭവിക്കുന്നതെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസവുമല്ല 2 ദിവസമായി നാളെ ഒരു പ്രവൃത്തി ദിവസമാണ് ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം ഒരുപക്ഷെ ഒരു വലിയൊരു അപകടം ഉണ്ടാകേണ്ട കാര്യങ്ങൾ കൂടിയാണ്. ഇതിപ്പോൾ അവിടെ ഈ PTA ഭാരവാഹികൾ ആരെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടോ? നിലവിൽ ഇവിടെ സ്കൂളിൻ്റെ PTA ഭാരവാഹികളൊന്നും തന്നെ ഇവിടെ ഇല്ല. സ്കൂളിൻ്റെ പ്രധാന അധ്യാപകൻ ഉണ്ട്. പ്രധാന അധ്യാപകൻ ഇപ്പോൾ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ളൊരു പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. അദ്ദേഹം ഈ സംഭവം നടന്നതിന് ശേഷം സ്കൂളിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ഈ സ്കൂളിൻ്റെ മുന്നിൽ ഈ നാട്ടുകാരും ഒപ്പം തന്നെ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളെല്ലാം തന്നെ ഒത്തുകൂടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭീഷണി ഉള്ളതിനായിരിക്കാം ഒരുപക്ഷെ ഹെഡ് മാസ്റ്റർ ഈ സ്കൂളിൻ്റെ മുന്നിലേക്ക്, അല്ലെങ്കിൽ ഈ സംഭവം നടന്ന ഈ ഭാഗത്തേക്ക് ഇപ്പോൾ മാധ്യമങ്ങൾ എത്തിയതിനു ശേഷം എത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ഈ സംഭവ സ്ഥലത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കാനുണ്ട്. നേരിട്ടുള്ളൊരു പ്രതികരണത്തിന് കൂടി ശ്രമിക്കുന്നുണ്ട്. അതുകൂടി ആ ഒരു ഭാഗം, അതായത് എന്താണ് ഈ ഫിറ്റ്നസ് ഇല്ലാഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവിടെ ഈ സ്കൂൾ തുറന്നതിന് ശേഷം ഇത്രയും ദിവസം, ഈ 2 മാസത്തോളം ക്ലാസ്സുകൾ നടന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അത് തീർച്ചയായും വ്യക്തമാക്കേണ്ടത് സ്കൂളിൻ്റെ പ്രധാന അധ്യാപകനും ഒപ്പം തന്നെ PTA ഭാരവാഹികളും ഒക്കെ തന്നെയാണ്. അത്തരം കാര്യത്തിലൂടെ നമുക്ക് അവരോട് ചോദിച്ചുകൊണ്ട് തന്നെ അതിൽ നമുക്കൊരു വ്യക്തത വരുത്താൻ സാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെയുള്ള നാട്ടുകാർ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളൊക്കെ ഇവിടെ ഈ സ്കൂളിന്റെ ഈ ഒരു ശോചനീയാവസ്ഥ മുൻപ് തൊട്ട് ഉണ്ടല്ലോ, അപ്പൊ നമ്മുടെയൊക്കെ കുട്ടികൾ തന്നെ ആയിരിക്കും ഇവിടെ ഉണ്ടത്. അതെ, നേരത്തെ തൊട്ടേ പറയണം. ഈ സംഭവം നടന്ന സമയത്ത് ആദ്യം ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾ കുറച്ച് പേരാണ്. ആ സമയത്ത് ഇത് ഇവിടുന്ന് ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടന്നു. ആ സമയത്ത് ഈ ഓടുകൾ പെറുക്കി മാറ്റാനും ഇത് പ്രശ്നമില്ലാത്ത രീതിയിലാക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കിയ പല ആളുകാരും ഇതിനെ ന്യായീകരിച്ച് സംസാരിക്കരുത്, ഇത് പ്രശ്നമാക്കരുത്, നമുക്ക് ഒതുക്കി തീർക്കരുത്, വിഷയങ്ങളിലേക്ക് പോരുന്നതാണ്. ഈ ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടം വീണ്ടും നിങ്ങൾ നോക്കൂ, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് വീണ്ടും ഇത് നവീകരിച്ച് ടൈലിട്ടിരിക്കുന്നത്. ആര് പറഞ്ഞിട്ട്, എന്താവശ്യത്തിന് വേണ്ടിയിട്ട്? ഈ കുട്ടികൾക്ക് അപകടം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് പറയുന്നത് HM ആണ് പ്രതിനിധി, HM പറയുന്നത് പഞ്ചായത്താണ് പ്രതിനിധി. ആരാണ് ഇതിന് സമാനം പറയുന്നത്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് സമാനം പറയേണ്ട ആളാണ്, സെക്രട്ടറിന് സമാനം പറയേണ്ട ആളാണ്, SMCയുടെ പ്രസിഡന്റ് ഇതിന് സമാനം പറയേണ്ട ആളാണ്. ഗ്രാമപഞ്ചായത്ത് ഫിറ്റ്നസ് നൽകിയിരുന്നില്ല എന്നാണ് പഞ്ചായത്ത് വ്യക്തമാക്കുന്നത്. നൽകിയിരുന്നില്ലെങ്കിൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം പഞ്ചായത്തുണ്ട്. എന്തുകൊണ്ട് ഈ ക്ലാസ് നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നടക്കുന്നെങ്കിൽ എന്തുകൊണ്ട് നടക്കുന്നു? അത് നടത്താതിരിക്കാനുള്ള ശ്രമങ്ങൾ എടുക്കേണ്ടത് പഞ്ചായത്താണ് അല്ലേ? ആ ക്ലാസ് നടക്കുന്നില്ലെങ്കിൽ, അല്ലെ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നടക്കാതിരിക്കേണ്ട ആക്ഷൻ എടുക്കേണ്ട പഞ്ചായത്താണ്. പക്ഷേ പഞ്ചായത്ത് കണ്ണടച്ചു കൊടുക്കുകയാണ്. എന്തുകൊണ്ട്? ആവശ്യമില്ലാത്ത നവീകരണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു. ഈ പൊളിഞ്ഞു വീഴാൻ നിൽക്കുന്ന കെട്ടിടത്തിൽ ആവശ്യമില്ലാത്ത ലക്ഷക്കണക്കിന് രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് അഴിമതി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഇതിന് കൂടെ പിടിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഈ പറയുന്ന പല ആളുകളും ഇപ്പോഴാണ് പ്രതിഷേധിക്കുന്നത്. ഇതിനു മുമ്പ് ഇത് ഒതുക്കി തീർക്കാൻ ശ്രമിച്ച ആൾക്കാരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. സ്വാഭാവികമായും നാളെ 10 മണിക്ക് ഈ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് BJP മാർച്ച് വെച്ചിരിക്കുകയാണ്. ഇതിന് കൃത്യമായ സമാധാനം പറഞ്ഞൊരു മറുപടി തരാൻ നാളെ ഒരു പഞ്ചായത്ത് മെമ്പർമാർ ചിങ്ങോലി പഞ്ചായത്ത് ഞങ്ങൾ കേട്ടതില്ല. അതാണ് BJP തീരുമാനം. സ്വാഭാവികമായും നാട്ടുകാരുടെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ജനപ്രതിനിധികളുടെ ഇടയിലും ഒപ്പം തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ഇടയിലും തന്നെ ഒരു പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമാണത്. കാരണം കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, UP സ്കൂളാണിത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ക്ലാസ് മുറി പോലും 4ാം ക്ലാസ്സിലെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് റൂമാണ്. അപ്പം സ്വാഭാവികമായും കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് അവരുടെ സുരക്ഷ കൃത്യമായി ഒരുക്കിയിരുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടമെല്ലാം ഇടിഞ്ഞു വീണ് കിടക്കുന്നത് കാണുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാരുടെ ഉള്ളിൽ ഒരു പ്രതിഷേധമുണ്ടാകും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ സ്കൂളിൻ്റെ ഈ കയറി വരുമ്പോഴുള്ള പടിക്കെട്ടുകളെല്ലാം തന്നെ പൂർണ്ണമായും നവീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ടൈല് പാകിയ അവസ്ഥയിൽ തന്നെയാണ് ഈ ക്ലാസ് മുറിയുടെ മുൻഭാഗമെല്ലാം തന്നെ ഉള്ളത്. അതായത് ചില അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടായിരുന്നു കൃത്യമായി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഈ പറയുന്നത് പോലെ സ്കൂളിൻ്റെ ഒരു കെട്ടിടത്തിൻ്റെ ഒരു കാലപ്പഴക്കം അതിനെ വകവച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഈ തടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കഴിക്കോലും ഒപ്പം തന്നെ ഈ ഒരു മച്ചും എന്നൊക്കെ പറയുമ്പോൾ അത് സ്വാഭാവികമായും മഴ പെയ്യുന്ന സമയങ്ങളിൽ അതിലേക്ക് തടിയിൽ ഈർപ്പം നിന്നുകൊണ്ട് അത് ദ്രവിക്കാനും അത് പൊളിഞ്ഞു വിടാനുമുള്ള ഒരു സാധ്യതയൊക്കെ തന്നെ ഉള്ളതാണ്. പക്ഷെ അത് മനസ്സിലാക്കിയിരുന്നില്ല. അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഈ തടിയെല്ലാം തന്നെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം തന്നെ പൂർണ്ണമായും നനഞ്ഞിരിക്കുകയാണ് ഈ തടികളെല്ലാം തന്നെ. അപ്പോൾ ഈ മഴ നിന്ന് ഒരുപക്ഷെ അല്ലെങ്കിൽ ഓട് ഇളകി ഇപ്പോൾ ആ വിദ്യാർത്ഥി നമ്മളോട് ആദ്യം സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ക്ലാസ്സിൽ മഴ പെയ്യുന്ന സമയങ്ങളിൽ ബെഞ്ച് നീക്കിയിട്ട് അവിടേക്ക് ഇരുത്തി തന്നെയാണ് ക്ലാസ് വീണ്ടും നടക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികം മനസ്സിലാക്കാൻ സാധിക്കുന്നേ ഉള്ളൂ. മഴ പെയ്യുമ്പോഴും ഒരുപക്ഷെ ഈ ക്ലാസ് മുറികൾ ചോർന്നൊലിച്ചിരുന്നു. ഈ ചോർന്നൊലിച്ചിരുന്ന ക്ലാസ് മുറികളിൽ തന്നെയായിരുന്നു ആ കുട്ടികൾ ഇരുന്ന് പഠിച്ചിരുന്നതും എന്ന് ആ വിദ്യാർത്ഥി തന്നെ പറയുന്നുണ്ട്. 25ഓളം കുട്ടികളാണ് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ
പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ബെഞ്ചില്ല, ഡെസ്കില്ല, ഇതൊരു ക്ലാസ് റൂം ആയിരുന്നു, അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ക്ലാസ് റൂം ആണെന്നുള്ള സാധനം ഒന്നും തന്നെ നമുക്കിപ്പോൾ വ്യക്തമാക്കുന്നില്ല. പൂർണ്ണമായും അക്കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ബോർഡുകളും ഒപ്പം തന്നെ സ്കൂൾ ഈ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാകും. സ്ഥിരമായി ക്ലാസ് നടക്കുന്ന മുറി തന്നെയായിരുന്നു. ജൂലൈ മാസത്തെ കലണ്ടർ തന്നെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ശരി, ദേവനിലേക്ക് മടങ്ങിയെത്താം. ആലപ്പുഴ കാർത്തികപ്പള്ളി UP സ്കൂളിലാണ് ഈ ഓടിട്ട മേൽക്കൂര തകർന്നു വീണത്. ക്ലാസ് കഴിഞ്ഞ ദിവസം വരെ അവിടെ കുട്ടികൾ ഉണ്ടായിരുന്നു, ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അധ്യാപകർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകരടക്കം പറയുന്നത് അത് പ്രവർത്തിക്കുന്നില്ലായിരുന്ന ഒരു ക്ലാസ് റൂം ആയിരുന്നു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം വരെ ആ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ചതായിട്ടാണ് അവിടെ നിൽക്കുന്ന കുട്ടി, അതേ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്ന കുട്ടി പോലും പ്രതികരിച്ചത്. ഇപ്പോൾ സ്കൂൾ തുറന്ന് 1 മാസമാകുന്നതിന് മുൻപ് തന്നെ അപകടങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുന്നത് ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ.